BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ചേരുകയാണ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു വിജയം, മികച്ച ഒരു വിജയം, ആധികാരികമായ ഒരു വിജയത്തിലേക്ക് തന്നെയാണ് ഹരിയാനയിൽ BJP കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിജയത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ അടക്കം വലിയ ആഘോഷങ്ങളെ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ആദ്യ പല സൂചനകൾ കണ്ടത്. അവിടെ തന്നെ ACC ആസ്ഥാനത്തടക്കം വലിയ ആഘോഷ തിമിർപ്പിലേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ കേവലം 2 മണിക്കൂർ മാത്രമാണ് ആ ആഘോഷ തിമിർപ്പിൻ്റെ ആയുസ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ആ ഒരു മുന്നേറ്റത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഹരിയാനയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സാധാരണക്കാരന് ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളും പരിപാടികളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി BJP സർക്കാർ. അതോടൊപ്പം ഹരിയാനയിൽ സർവോന്മുഖമായ വികസനം നടപ്പിലാക്കി BJP സർക്കാർ. ക്രമസമാധാന പാലനത്തിൽ വളരെ സ്തുത്യർഹമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു BJP സർക്കാർ. ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഗവൺമെൻറ് ആയിരിക്കണം, അതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമെന്ന് തെളിയിച്ചുകൊണ്ട് നോക്കൂ, ഇത് ഹരിയാനയാണ്. ഹരിയാനയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് സംസ്കാരമുള്ള ഈ ജാട്ട് രാഷ്ട്രീയക്കാരുമാണ് ഭരിച്ചത്. അവരുടെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് ലഭിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭരണമാണ് ഹരിയാന കണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 3000 രൂപയാണ് ഹരിയാനയിൽ വികലാംഗർക്ക്, അതുപോലെ തന്നെ വാർദ്ധക്യകാല ജീവിതം ചെലവഴിക്കുന്നവർക്ക്, അതുപോലെ വിധവകൾക്ക്, അതുപോലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മൈനർ കുട്ടികൾക്ക്, ഇവർക്കൊക്കെ പ്രതിമാസം 17 ലക്ഷത്തോളം ആളുകൾക്ക് മാസം 3000 രൂപ കൊടുക്കുന്ന സർക്കാരാണ്. കേരളത്തിലെ പോലെ 1600 പ്രഖ്യാപിച്ചിട്ട് 5-6 മാസമായി കൊടുക്കാത്ത പരിപാടിയില്ല. കൃത്യം മാസത്തിൽ ആദ്യത്തെ ആഴ്ച തന്നെ അത് കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. അതോടൊപ്പം കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതിന് ഒരു അടിസ്ഥാന വില MSP നൽകിക്കൊണ്ട് സംഭരണം ചെയ്യുന്നു. 24ഓളം കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരണം നടത്തുന്നു. ക്രമസമാധാനം, അതായത് ഹരിയാന ഹൈവേ റോബറികളുടെ ഒരു നാടായിരുന്നു. രാത്രി സമയങ്ങളിൽ ബിസിനസ്സുകാരൊക്കെ പണവുമായി പോയാൽ അവരെ തടഞ്ഞു നിർത്തി പണം തട്ടിപ്പറിക്കുക, സ്ത്രീകളുടെ കഴുത്തിൽ ആഭരണങ്ങൾ തട്ടിപ്പറിക്കുക, അവരെ മാനഭംഗപ്പെടുത്തുക, ഇതൊക്കെ സ്ഥിരമായി നടക്കുന്ന സ്ഥലമായിരുന്നു. സകല റോഡുകളിലും രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി ക്യാമറകൾ വെച്ചു. ക്രമസമാധാന നില ശക്തമാക്കി BJP ഗവൺമെൻറ്. ഇങ്ങനെ സാധാരണക്കാരന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു തമാശ താങ്കൾ കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ കോൺഗ്രസ് 50 സീറ്റ് 55 സീറ്റ് വരെ പോയി, 60 സീറ്റ് വരെ ചില ചാനലുകൾ കാണിച്ചു. എന്താ സംഭവം എന്നറിയോ? പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹരിയാനയിൽ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ ഗവൺമെൻറ് ജീവനക്കാർ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഓഫീസിൽ വരിക, ഊണ് കഴിക്കാനായിട്ടാണ് ഓഫീസിൽ വരിക. അതെന്താ കാരണം എന്നറിയോ? കോൺഗ്രസിൻ്റെ 10 കൊല്ലം ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരാറില്ല. അദ്ദേഹം വീട്ടിൽ ഔദ്യോഗിക വസതിയിലിരിക്കും. അതാണ് ഓഫീസ്. ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോകണം. എന്നാൽ മനോഹർലാൽ ഖട്ടാർ രാവിലെ 8:30 മണിക്ക് ഓഫീസിലെത്തും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ 8:30 മണിക്ക് മനോഹർ ഖട്ടാർ എത്തും. അദ്ദേഹത്തിന് ശേഷം നായബ് സിംഗ് സൈനി അതേ നിലപാട് തുടരുന്നു. അപ്പോൾ കാര്യക്ഷമമായ ഭരണം, ഉത്തരവാദിത്ത ബോധമുള്ള ഭരണം, റെസ്പോൺസിബിൾ ഗവൺമെൻറ്. ശ്രീ JP നഡ്ഡ, BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞ പോലെ G2P2, പ്രോ പീപ്പിൾ ഗുഡ് ഗവർണൻസ്, ജനങ്ങൾക്ക് വേണ്ടി. ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ACC ആസ്ഥാനത്തിനും ഹൂഡ മടങ്ങിയിരിക്കുന്നു എന്നാണ്. വലിയ ആഘോഷങ്ങളുടെ കോപ്പുകൂട്ടൽ അവസാനിപ്പിച്ചുകൊണ്ട് പരാജയം സമ്മതിച്ചു കഴിഞ്ഞു കോൺഗ്രസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് 48-ൻ്റെ 51-ൻ്റെ ഇടയിൽ സീറ്റ് BJPക്ക് കിട്ടും. ഒരു 30 മുതൽ 35 വരെ സീറ്റ് കോൺഗ്രസിന് ലഭിച്ചേക്കാം. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇനി വരാൻ പോകുന്നില്ല. കാരണം ഞാനിപ്പോൾ നോക്കിയപ്പോൾ 1,24,000 വോട്ട്, 25,000, 1.25 ലക്ഷം വോട്ടാണ് ഒരു മണ്ഡലത്തിൽ ശരാശരി പോൾ ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ അവിടെ ഏതാണ്ട് 80,000-ഓളം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും എണ്ണിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഒരു 67% അല്ലെ 65% വോട്ട് എണ്ണിക്കഴിഞ്ഞു. ഇനി ഒരു 1/3 കൂടി എണ്ണാനുള്ളൂ. വലിയ ഒരു വ്യത്യാസമൊന്നും ട്രെൻഡിൽ വരാൻ പോകുന്നില്ല. ചില്ലറ സീറ്റുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിഞ്ഞേക്കാം. കാരണം 100 വോട്ട് 200 വോട്ട് 500 വോട്ടിനൊക്കെ ലീഡ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. എന്നാലും വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. യെസ്. ഒപ്പം ജമ്മു കാശ്മീരിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു മുന്നേറ്റം, അതേസമയം തന്നെ PDPയുടെ ഒരു തളർച്ചയും നമുക്ക് കാണാൻ സാധിക്കും. BJP കരുത്ത് കാട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ താഴ്വരയിലെ രാഷ്ട്രീയത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, കാശ്മീരിൽ നമുക്കറിയാം അവിടുത്തെ സാമുദായികമായ ഘടന, അവിടെ നിലനിൽക്കുന്ന അന്തരീക്ഷം, അവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനം, ഇതെല്ലാം നമുക്കറിയാം. അവിടെ ജമ്മു മേഖല അതുപോലെ തന്നെ കാശ്മീർ മേഖല, ഇങ്ങനെ 2 മേഖലയായിട്ടാണ് വോട്ട് ചെയ്യുക. രണ്ടും 2 രീതിയിലാണ് വോട്ട് ചെയ്യുക. ജമ്മു മേഖലയിൽ 43 സീറ്റും കാശ്മീർ മേഖലയിൽ 47 സീറ്റുമാണ്. കാശ്മീർ മേഖലയിൽ നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു അപ്രമാദിത്വമുണ്ട്. നാഷണൽ കോൺഫറൻസ് ക്ഷീണിക്കുമ്പോൾ PDP ആണ് ശക്തിപ്പെടുക. അവർ തമ്മിൽ ഒരു സീസോ ബാറ്റിലാണ്. കോൺഗ്രസ് ഇവർ 2 പേരുടെ കൂടെ നിന്നിട്ട് ചില്ലറ സീറ്റൊക്കെ വാങ്ങുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ ജമ്മു മേഖലയിൽ BJP ആണ് ശക്തി. അവിടെ 43 സീറ്റുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് 25 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് 25 മുതൽ 30 വരെ സീറ്റ് BJPക്ക് കിട്ടുമെന്നാണ്. ഏതാണ്ട് ആ കണക്ക് റെഡിയായി വരികയാണ്. BJPക്ക് ജമ്മുവിൽ ഒരു 25-ന്റെയും 30-ന്റെ ഇടയിൽ സീറ്റ് കിട്ടും. പക്ഷേ സർക്കാർ ഒരു പക്ഷേ മറ്റവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ആര് സർക്കാർ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ നോക്കൂ, 3 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വെടിവെക്കേണ്ട, ഒരു സിംഗിൾ ഫയർ നടത്തേണ്ട ഗതികേട് അല്ലെങ്കിൽ ആവശ്യകത സെക്യൂരിറ്റി ഫോഴ്സസിനുണ്ടായോ? ഒരു കല്ലേറുണ്ടായോ? ഒരു ബൂത്ത് പിടുത്തമുണ്ടായോ? ഒരു ചെറിയ കശപിശ ഉണ്ടായോ? ഒരു ലാത്തി ചാർജോ ഒരു വെടിവെപ്പോ ഇല്ലാതെ സമ്പൂർണ്ണ സമാധാനപരമായ തെരഞ്ഞെടുപ്പ്. 60%-ലധികം വോട്ടെടുപ്പ്. കഴിഞ്ഞ തവണ 7%, 8% ഒക്കെ വോട്ട് ചെയ്ത സ്ഥലത്തിൽ കൂടി 44%, 50%, 54% ഒക്കെ പോൾ ചെയ്തു. ശരാശരി ഒരു 60-62% വോട്ടർമാർ വോട്ട് ചെയ്തു. അപ്പോൾ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു. 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞാൽ കാശ്മീർ നശിച്ചു പോകും, കാശ്മീരിൽ ചോരപ്പുഴ ഒഴുകും എന്നൊക്കെ പറഞ്ഞു. ചോരപ്പുഴ പോയിട്ട് അവിടെ ഒന്നും ഒഴുകിയില്ല. ആളുകൾ വന്നു, വോട്ട് ചെയ്തു, നല്ല സംഖ്യയിൽ വോട്ട് ചെയ്തു, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി. കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാത്ത പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു, ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു, ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു. താഴെത്തട്ടിൽ ജനാധിപത്യം ശക്തിപ്പെട്ടു. ഇതാ ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ നടന്നിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തവർ ഭരിക്കട്ടെ. പക്ഷേ കാശ്മീരിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും. കാശ്മീരിനെ ഒരു കലാപഭൂമിയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന സന്ദേശം അത് ലോകത്തിന് നൽകാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചു. അതാണ് നരേന്ദ്രമോദി. ശ്രീ പത്മനാഭൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തിനിപ്പുറം താഴ്വരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു ആഘോഷമായിരുന്നു, ജനാധിപത്യത്തിന്റെ ഉത്സവമായിരുന്നു. അത് തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഒരു വെടിയൊച്ച പോലുമില്ലാതെ, ഒരു കലാപം പോലുമില്ലാതെ, ഒരു ആക്രമണം പോലുമില്ലാതെ ജനാധിപത്യം അതിൻ്റെതായ പൂർണ്ണതോതിൽ വിധി എഴുതുമ്പോൾ അത് തന്നെയാണ് ആ താഴ്വരയിലെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? കാരണം സാധാരണക്കാരായ ആൾക്കാർ പോലും ഒരു ഭയവുമില്ലാതെ തെരുവിലൂടെ നടക്കുന്നതും പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതും അത്രയും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അത് പീലി വിടർത്തി ആടിയ കാഴ്ചയാണ് ജമ്മു കാശ്മീരിൽ കണ്ടത്. നമ്മുടെ ദേശീയ പക്ഷി മയിലാണല്ലോ. ആ മയിൽ പീലി വിടർത്തി ആടിയതുപോലെ ഭാരതത്തിൻ്റെ ജനാധിപത്യം കാശ്മീർ താഴ്വരയിൽ നൃത്തം ചെയ്യുന്നത് ലോകം കണ്ടു. നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോയ്ക്കോട്ട് ഇലക്ഷൻ, ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ആഹ്വാനം, എല്ലാ തീവ്രവാദ സംഘടനകളും ആഹ്വാനം ചെയ്യുക, ജനങ്ങൾ പേടിച്ചിട്ട് വോട്ട് ചെയ്യാൻ വരാതെ വീട്ടിലിരിക്കുക. ഇത്തവണ ആരെങ്കിലും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തോ? ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചെയ്താൽ വിവരമറിയും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്.
ഒരു നട്ടലുള്ള ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു. അവിടെ സർക്കാർ പറയുന്നത് പോലെ ജനങ്ങൾ പ്രവർത്തിക്കുന്നു. ഭയമില്ലാതെ ഭയരഹിതരായി ജനങ്ങൾക്ക് പുറമെ ഇറങ്ങി വരാനും വോട്ട് ചെയ്യാനും സാധിക്കുന്നു. ജനങ്ങൾക്ക് ഭാരത ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് ഭാരതത്തിന്റെ ഭരണഘടനയിൽ വിശ്വാസമുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾ വിചാരിച്ചാൽ ഇതൊക്കെ ആളുകളെ പേടിപ്പിച്ചിട്ട് നിർത്താൻ പറ്റും. അതൊക്കെ അവസാനിപ്പിച്ചില്ലേ? തീവ്രവാദത്തിന്റെ എന്താ പറയാ എല്ലാ ശക്തിയും ക്ഷയിച്ചു. ഇന്ന് അവിടെയും ഇവിടെയും ഞങ്ങളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാൻ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അല്ലാതെ ബഹുഭൂരിപക്ഷം ജില്ലകളും ഇന്ന് ശാന്തമാണ്, സമാധാനമുണ്ട്. നല്ല വോട്ടെടുപ്പ് നടന്നു. നല്ല രീതിയിൽ നമ്മുടെ ജനാധിപത്യം പ്രവർത്തിക്കുന്നു. കാശ്മീരിലെ പുതിയ അസംബ്ലി വരട്ടെ, നമുക്ക് അവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. പണ്ട് 3 കുടുംബങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാനും 3 കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനുമായിരുന്നല്ലോ കാശ്മീർ സർക്കാർ. ഇനി അത് നടക്കില്ല. കാരണം അത് യൂണിയൻ ടെറിട്ടറിയാ, കേന്ദ്രഭരണ പ്രദേശ. ലഫ്റ്റനന്റ് ഗവർണർക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. അയാൾക്ക് ചില കാര്യങ്ങളിൽ ഇടപെടാം. ഡൽഹി പോലത്തെ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് 3 കുടുംബങ്ങളുടെ മാത്രം ക്ഷേമം ഉറപ്പുവരുത്താൻ ഇനി ആർക്കും ഭരിക്കാൻ പറ്റില്ല. തന്നെയാണ് മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ, അമിത്ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കുടുംബങ്ങളുടെ ആധിപത്യം, അതാണ് ജമ്മു കാശ്മീരിൽ ഇതുവരെ കണ്ടത്. പക്ഷേ ആ ഒരു ആധിപത്യത്തിനാണ് മങ്ങലേറ്റിരിക്കുന്നത്. അവിടെയാണ് മികച്ച ഒരു മുന്നേറ്റം BJP കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം.